എൻ്റെ പേര് ഷെൽബി. ഞാൻ എറണാകുളം ജില്ലയിലാണ് എൻ്റെ വീട്. ഞാൻ കുടുംബശ്രീയുടെ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിലാണ് ജോലി ചെയ്യുന്നത്. 2022 സെപ്റ്റംബർ 10 ആദ്യമായിട്ട് ഞാനിവിടെ വന്ന് ഒന്നാമത്തെ ഉടമ്പടി വയ്ക്കുന്നത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ടൊരു കാരണം, ഞങ്ങൾ 10 പേർക്ക് ബ്ലോക്ക് അസൈൻ ചെയ്ത് കിട്ടിയെങ്കിലും ജോലിയുടെ ഓർഡർ കിട്ടിയില്ല, ജോലിക്ക് ചേരാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. അതേ ആഴ്ചയിൽ ഞങ്ങൾ 10 പേരും ജോലിയിൽ ചേർന്നു, ഞങ്ങൾക്ക് ഓർഡർ കിട്ടി. അന്ന് ഉടമ്പടി വെച്ച അന്ന് തന്നെ എൻ്റെ കഠിനമായ നെഞ്ചുവേദന മാറി. പിന്നീട് അങ്ങോട്ടാണെങ്കിൽ എൻ്റെ മകളുടെ സംസാരശേഷി അവൾക്ക് വളരെ കുറവായിരുന്നു. അവൾ നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങി. ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ അവരൊറ്റ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് കിട്ടി. ഇത് ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പം ഞാനിവിടെ നിൽക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജോലിയിൽ എനിക്ക് കിട്ടിയ സ്ഥാനക്കയറ്റമാണ്. ഞാൻ ഒരു മെൻറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു മെൻറ്റർ എന്നാൽ ഒരു ബ്ലോക്കിൽ മാത്രമായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ മെൻറ്റർക്ക് മുകളിലുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആങ്കർ പേഴ്സൺ എന്ന് പറയും. അത് ഒന്നിലേറെ ബ്ലോക്കുകളെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു പ്രധാന ആളായിരിക്കും. അതിൻ്റെയും മുകളിൽ മാസ്റ്റർ കോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വളരെ അനുഭവജ്ഞാനമുള്ള, ഒരുപാട് പരിശീലനമൊക്കെ കിട്ടിയിട്ടുള്ള മെൻറ്റർമാരായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ബ്ലോക്ക് ആങ്കർ പേഴ്സൺ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.5 വർഷമെങ്കിലും അനുഭവജ്ഞാനം ഫീൽഡിലുണ്ടായിരിക്കണം. അതിന് പ്രത്യേക അപേക്ഷ വെച്ച് അതിന് പരീക്ഷയും ഇൻ്റർവ്യൂവും ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് ബ്ലോക്ക് ആങ്കർ പേഴ്സൺ ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 4.5 വർഷം കഴിഞ്ഞാലേ അപേക്ഷ വയ്ക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. MCG എന്ന് പറയുന്ന മാസ്റ്റർ കോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ലാത്ത അത്രയും വലിയ ഒരു ഉയരത്തിൽ അത്രയും അനുഭവജ്ഞാനമുള്ളവർ മാത്രമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ 2019 കുടുംബശ്രീയുടെ NROയിൽ ചേരുന്നത്. അപ്പോൾ 19 നവംബർ മാസത്തിലാണ് ചേരുന്നത്. അതിനുശേഷം നമുക്കെല്ലാം അറിയാം, കോവിഡ് വന്നു, ഫീൽഡിൽ നിന്ന് ഒക്കെ ഞങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഞാൻ ഇവിടെ വരുന്ന 2022 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 വർഷത്തിലേറെ മാത്രം അനുഭവജ്ഞാനം ഫീൽഡിലുള്ളൊരു സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി വയ്ക്കുന്നൊരു സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, എൻ്റെ ഒരു ചിന്തയിൽ പോലും ഇല്ലാത്ത ഒരു വാക്യം അമ്മ എന്നെക്കൊണ്ട് എഴുതിച്ചു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് വാക്യം ഇങ്ങനെയായിരുന്നു: കുടുംബശ്രീ NROയുടെ ഹെഡ് ഓഫീസിൽ നല്ലൊരു പദവിയിൽ ജോലിയിൽ കയറാൻ എനിക്ക് സാധിക്കണേ. പക്ഷേ എൻ്റെ ഒരു അനുഭവം, ഫീൽഡിലുള്ള അനുഭവം വെച്ചുകൊണ്ട് അത്രയും കാലത്തെ ഒരു അനുഭവ പരിജ്ഞാനം അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എഴുതുക എന്നത് എൻ്റെ മനസ്സിലേ എത്തില്ലാത്തൊരു കാര്യമായിരുന്നു. എങ്കിലും അമ്മ എന്നെക്കൊണ്ട് അങ്ങനെയൊരു വാക്യം അതിൽ എഴുതിച്ചു. അതിനുശേഷമാണ് എനിക്ക് ജോലി ബ്ലോക്ക് കിട്ടുകയൊക്കെ ചെയ്തത്. പിന്നീട് 2023 ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾക്ക് 5 ദിവസം നീണ്ടു നിന്ന ഒരു അസസ്മെൻറ്റ് നടന്നു. വലിയ പരീക്ഷയും അവതരണങ്ങളും ഒക്കെ ആയിട്ട് വളരെ കഠിനമായ പരീക്ഷകളായിരുന്നു. ഞങ്ങൾ 90-ലേറെ ആളുകൾ അതിൽ പങ്കെടുത്തു. ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെൻറ്റർമാരായിരുന്നു ആ പരീക്ഷ എഴുതിയത്. ഞാനതിൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ച്, പിന്നെ ഓരോ അവതരണത്തിന് മുമ്പാണെങ്കിലും ഓരോ പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും മാതാവിൻ്റെ ലോക്കറ്റ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഞാൻ ആ പരീക്ഷ എഴുതിയത്. അപ്പോൾ അങ്ങനെ എഴുതി അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് 9ാം സ്ഥാനമാണ് ലഭിച്ചത്. ഈ 90ഓളം പേര് പരീക്ഷ എഴുതിയതിൽ എനിക്ക് 9ാം സ്ഥാനം ലഭിച്ചു. എങ്കിൽ പോലും എൻ്റെ അനുഭവ പരിജ്ഞാനം കുറവാണെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു ഉയർന്ന പദവിയിലേക്ക് വരാനുള്ളൊരു സാധ്യതയും ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ MCG എന്ന് പറയുന്ന ഉയർന്ന മെൻറ്റർ ഗ്രൂപ്പിലേക്ക്, അതിനെ സെൻട്രൽ പൂൾ ഓഫ് മെൻറ്റേഴ്സ് എന്ന 10 പേരടങ്ങുന്ന, ഇന്ത്യയിൽ ആകെ 10 പേർ മാത്രം അടങ്ങുന്ന ആ ഗ്രൂപ്പിലേക്ക് ഒരാളായി എന്നെ NRO തിരഞ്ഞെടുത്തു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത്ഭുതമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് 3 വർഷവും 4 മാസവും മാത്രമായിരുന്നു ഫീൽഡിലെ അനുഭവം. 4.5 വർഷമെങ്കിലും എത്താതെ, അപേക്ഷ പോലും കൊടുക്കാൻ പറ്റാത്ത ഒന്നിലേക്ക് മാതാവ് എന്നെ കൈപിടിച്ച് നയിക്കുകയായിരുന്നു. മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ആ ഉടമ്പടിയിൽ എഴുതി ചേർത്തതും ഇത്രയും വലിയ ബഹുമാനം ലഭിക്കുന്ന ആ ഒരു പദവിയിലേക്ക് വലിയ അനുഭവജ്ഞാനമുള്ളവരുടെ നടുവിൽ ഒരാളായിട്ട് ഇരിക്കാൻ പറ്റുന്നതും എന്ന് ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. മാതാവിനോടുള്ള വലിയ വിശ്വാസത്തിൽ
ഇന്ന് എൻ്റെ ഭർത്താവും കുഞ്ഞുമൊത്ത് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നു. ഫീൽഡ് വർക്കുണ്ട്. ഓഫീസിൽ ഇരുന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. മാതാവിൻ്റെ കൃപാസന പത്രം നമ്മളുടെ പള്ളികളിലൊക്കെ പലരും കൊണ്ടുവന്ന് കൂട്ടമായി അത് കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കി വയ്ക്കും. അത് കണ്ടാൽ ഞാൻ അപ്പോൾ തന്നെ അത് എടുക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും. എനിക്ക് കഴിയുന്നത്ര പേരുടെ കൈകളിലേക്ക് ഞാനത് എത്തിക്കാറുണ്ട്. അതുപോലെ ആർക്കെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെന്ന് കണ്ടാലും ഞാൻ ഉടനെ മാതാവിൻ്റെ ഈ ലോക്കറ്റ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഈ കൊന്തയാണ് എല്ലായ്പ്പോഴും എൻ്റെ കഴുത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കും. വഴിയിൽ കാണുന്ന ചില ആളുകളുണ്ടാകും, അവർക്ക് ഭക്ഷണത്തിനില്ല, അല്ലെങ്കിൽ അവർ വിശന്നാണ് ഇരിക്കുന്നത് എന്ന് തോന്നുന്നവർക്കെല്ലാം ഞാൻ ആഹാരം വാങ്ങി അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. പ്രത്യേകിച്ച് അവരോടൊന്നും പറയില്ല, കഴിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് തിരിച്ചിങ്ങ് നടന്നു പോരും. അങ്ങനെ എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് എൻ്റെ കുടുംബം രോഗങ്ങളും ഒക്കെ ആയിട്ടാണ് കടന്നു പോകുന്നതെങ്കിലും എനിക്ക് വളരെ ഉയർന്ന ഒരു വരുമാനത്തിലേക്കാണ് എൻ്റെ മാതാവ് എന്നെ എത്തിച്ചത്. ഒത്തിരി നന്ദിയോടെ ഓരോ ദിവസവും വലിയ പ്രാർത്ഥനകളോടെയാണ് മാതാവിനെ ഓർക്കുകയും ആ പ്രാർത്ഥനയിൽ തന്നെ മുമ്പോട്ട് പോകാൻ, വിശുദ്ധിയോടെ മുമ്പോട്ട് പോകാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒത്തിരി നന്ദി. കൃപാസന മാതാവിന് ഒത്തിരി നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, വഴിവക്കിലൊക്കെ കാണുന്ന പ്രായമായവരുണ്ടാകും, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ള ആരെ കണ്ടാലും അവർക്ക് ആഹാരം കൊടുക്കുക, ആഹാരമായിട്ട് തന്നെ വാങ്ങി കൊടുക്കുക എന്ന കാര്യമാണ് പ്രധാനമായിട്ടും കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്. കൃപാസന പത്രം അത് മറ്റുള്ളവർ കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുരിശു പള്ളികളിലും ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഞാൻ കണ്ടാൽ ഉടനെ അതെടുത്ത് പള്ളിയിൽ വരുന്നവരോ എനിക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്നവരോ ആയിട്ടുള്ളവരുടെ കയ്യിലേക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ കൃപാസന പത്രം കണ്ടാൽ അത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ ഏറെ നോക്കാറുണ്ട്. എനിക്കിവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുള്ള അനുഭവങ്ങളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, കൃപാസനത്തെ പറ്റി കൂടുതലായി ആളുകൾക്ക് വ്യക്തത വരിക എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഓരോ ആളുകളോടും സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മഹത്വം എത്രമാത്രമാണ്, കർത്താവിൻ്റെ മഹത്വം എത്രമാത്രമാണ്, മാതാവിൻ്റെ അനുഗ്രഹം നമ്മളെ എത്രമാത്രം ജീവിതത്തിൽ സഹായിക്കുമെന്ന് പറയുവാനാണ് ഇന്ന് എനിക്ക് ഏറെ സന്തോഷം. കൃപാസന മാതാവിന് നന്ദി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1:49 പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവേഷ്ടത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുന്ന അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് സ്തോത്രഗീതം പാടിക്കൊണ്ട്. അമ്മയുടെ ജീവിതത്തിൽ സ്തോത്രഗീതം പാടുന്നത് അമ്മയ്ക്ക് എല്ലായ്പ്പോഴും അതായത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ലഭിച്ചിട്ടല്ല, അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് തിരുവചനം അരുളി ചെയ്യുമ്പോൾ എത്രയേറെ തൻ്റെ അപ്പൻ്റെ തിരുമനസ്സിന് തനിക്ക് കീഴ്വഴങ്ങുവാൻ സാധിക്കുന്നുവോ അത്രയേറെ അമ്മ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്ന ഒരു മകളായിരുന്നു. അതുകൊണ്ടാണ് ദൈവപിതാവിൻ്റെ പ്രിയ പുത്രിയായിട്ട് അമ്മ ഉയരുന്നതും രക്ഷകനെ ഈ ഭൂമിയിലേക്ക് രക്ഷകനെ അയക്കുവാൻ ഏറ്റവും യോജ്യമായ ഇടമായിട്ട് അമ്മയെ തന്നെ ദൈവം തിരഞ്ഞെടുക്കുന്നതും. അപ്പോൾ ആ സ്തോത്രഗീതത്തിൽ അമ്മ അങ്ങനെ തൻ്റെ പിതാവിൻ്റെ തിരുമനസ്സിനെ പാടിപ്പുകഴ്ത്തുമ്പോൾ ഇന്ന് ഈ മകള് തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് ചൊരിഞ്ഞ നന്മകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തനിക്ക് കിട്ടിയ ഉയർച്ച, സ്ഥാനക്കയറ്റം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. താൻ ആരാണ്, താനൊരു മെൻറ്ററാണ്. അപ്പോൾ ഈ മെൻറ്ററിൻ്റെ പിന്നീട് വരുന്ന പല പോസ്റ്റുകളുണ്ട്, അതിലൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് വേണം. തനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് 4.5 വർഷവും 4 മാസവും 3 വർഷവും 4 മാസവും മാത്രമാണ് ഈ മകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മകൾക്ക് അതിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ നിൽക്കുമ്പോൾ ഈ ഒരു പോസ്റ്റ് കിട്ടുക എന്നത് വളരെ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാര്യം തന്നെയാണ്. എന്നാൽ
അമ്മയുടെ അടുത്ത് വരുമ്പോൾ അത് നിയോഗമായിട്ട് വയ്ക്കുന്നു. അമ്മ പിന്നെ അതെങ്ങനെയാണ് ഈശോയുടെ അടുത്തേക്ക് കൊടുക്കുക? ഈശോ അത് വാഴ്ത്തി വിഭജിച്ച് നമുക്ക് തരുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. അതാണ് ഈ മകളെ ഇന്നിവിടെ സാക്ഷിയാക്കി നിർത്തുന്നത്. 90 പേര് പങ്കെടുത്ത ആ ഒരു എക്സാമിൽ തന്നെ ഈ മകൾക്ക് 9ാമത്തെ പ്ലേസ് കിട്ടി. എന്നാൽ അത് 9ാമത്തെ പ്ലേസ് കിട്ടിയാൽ പോലും ആ ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അമ്മ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമുക്ക് 9 അല്ല, നാം എത്രാമത്തെ പ്ലേസ് ആണെങ്കിലും 1ാം സ്ഥാനം നമുക്ക് വേണമെന്ന് നമ്മുടെ അമ്മയും ഈശോയും തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന് മാറ്റം വരില്ല. അതായത് നമ്മുടെ ജീവിതം അതിനോട് യോജിച്ചു പോകുന്നതായിരിക്കണം. അതുകൊണ്ടാണ് ഈശോ ഇപ്രകാരം പറയുന്നത്, എൻ്റെ വാക്ക് അനുസരിക്കുന്നവനിൽ ഞാനും അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. ഈശോയുടെ വാക്കനുസരിച്ചുള്ള ഒരു ജീവിതമാണ് ഉടമ്പടിയുടെ ജീവിതം. അപ്പോൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിറവേറ്റുകയും ചെയ്യുന്നവൻ, അവൻ ആരായിരുന്നാലും അവൻ്റെ കൂടെ ഞാനുമുണ്ട് എന്നുള്ള ഈശോയുടെ ആ ഒരു അരുളപ്പാടാണ് തൻ്റെ ജീവിതത്തിലെ തനിക്ക് പിന്നീടുണ്ടായ ഓരോ അനുഭവങ്ങളിലും അതുപോലെ താൻ എന്തെല്ലാം ചെയ്യുന്നു. ഇന്ന് വളരെ എക്സ്പീരിയൻസ് ഉള്ള പലരുടെയും കൂടെ, അതായത് 10ഉം 20ഉം വർഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥരുടെ കൂടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ തനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു. തനിക്കിതിനൊന്നും യോഗ്യതയില്ല. അപ്പോൾ 0 മെറിറ്റിൽ നിന്ന് കർത്താവ് എടുത്ത് ഉയർത്തുന്ന ഒരു അനുഭവമാണ് ഈ മകളിവിടെ പങ്കുവയ്ക്കുക. ജീവിതത്തിൽ എല്ലാം തകർന്നു എന്ന് നാം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തകർന്നിട്ടില്ല എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാവുക. നമ്മുടെ ജീവിതം വിശ്വസ്തമാകട്ടെ, അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.